നമസ്കാരം, ഞാൻ ദീപ്തി. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. മദ്യനയത്തിൽ മുരളീരവം. മദ്യനയത്തിൽ സുധീരന്റെ നിലപാടിനെതിരെ മുരളീധരൻ. KPCC പ്രസിഡന്റിന്റെ നയം പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. കേരളത്തിൽ ഭരണ തുടർച്ച ജനം തീരുമാനിച്ചിട്ടുണ്ട്. നേതാക്കളുടെ പ്രസ്താവന ആ തുടർച്ച ഇല്ലാതാക്കരുത്. മദ്യനയത്തിൽ പാർട്ടി യോഗം വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സുധീരന് മുരളിയുടെ കത്ത്. പാർട്ടി സർക്കാർ ഏകോപന സമിതി വിളിക്കുന്നത് പരിഗണിക്കാമെന്ന് മറുപടി. തിരുത്തലിനുമേൽ ചർച്ചയില്ലെന്ന് മുഖ്യൻ. മദ്യനയം ചർച്ച ചെയ്യാൻ പാർട്ടി MLA-മാരുടെ യോഗം വിളിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. നാളെ ഔദ്യോഗിക നിയമസഭാ കക്ഷി യോഗമില്ല. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് വിശദീകരണം. തന്നെ കാണണമെന്നാവശ്യപ്പെട്ടവരോട് നാളെ തിരുവനന്തപുരത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. സുധീരൻ അച്ചടക്കം ലംഘിച്ചെന്ന് MM ഹസൻ. വിമർശനങ്ങൾ സർക്കാരിന്റെ നേട്ടങ്ങൾ ഇല്ലാതാക്കിയെന്നും ഹസൻ. ചീഫ് മിനിസ്റ്ററെ തുണച്ച് ചീഫ് വിപ്പ്. ഉമ്മൻചാണ്ടിയെ പിന്തുണച്ച് PC ജോർജ്. ഭൂരിപക്ഷ അഭിപ്രായം മുഖ്യമന്ത്രിക്കൊപ്പം. മദ്യനയത്തിൽ KPCC പ്രസിഡന്റിന് കോൺഗ്രസിലും UDF-ലും പിന്തുണ കുറവെന്നും ചീഫ് വിപ്പ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. ക്രൈസ്തവ സഭകളുടെ വിരട്ടൽ കയ്യിൽ വെച്ചാൽ മതി, അതിന് വഴങ്ങുന്ന ഭരണാധികാരികളോട് പുച്ഛമെന്നും ജോർജ്. എടുത്തിട്ടും തീരാത്ത മൊഴികൾ. ബാർക്കോഴ കേസിൽ തെളിവെടുപ്പിന് ഹാജരാകാൻ നാളെ മുതൽ കൂടുതൽ പേർക്ക് നോട്ടീസ്. ക്വിക്ക് വെരിഫിക്കേഷൻ ഘട്ടത്തിൽ മൊഴിയെടുത്തവരെ വീണ്ടും വിളിക്കും. ഹാജരാകാൻ നേരത്തെ ആവശ്യപ്പെട്ടിട്ടും എത്താത്തവർക്ക് വിജിലൻസ് ഇനിയും നോട്ടീസ് അയക്കും. പ്രതിപക്ഷ നേതാവിൽ നിന്നും ചീഫ് വിപ്പ് PC ജോർജിൽ നിന്നും ആവശ്യമെങ്കിൽ മാത്രം വീണ്ടും മൊഴി. മന്ത്രി മാണി 1 കോടി രൂപ കോഴ വാങ്ങിയെന്ന കേസിൽ ആദ്യം മൊഴി നൽകിയത് ബിജു രമേശ്. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.